ഡിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആപ്പിൾ പുഡിംഗ് ആണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി 2 ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് പാല്, 2 മുട്ട, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ വേഗം കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടിയാണ് പൊടിച്ചത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റണം, ചൂടാറുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കണം. പാല് തിളപ്പിച്ചതല്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം തിളപ്പിക്കാറുള്ളതാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും ഒരു ചെറിയൊരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. പാല് തിളച്ച് വരുമ്പോൾ പിരിയും, അത് കുഴപ്പമില്ല. ആപ്പിളിൻ്റെ പുളി ഉള്ളത് കൊണ്ടാണ്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാറുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ആ പട്ടയും ഏലക്കയും എടുത്ത് മാറ്റണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇടുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതും ഒഴിച്ചു കൊടുക്കുക ജാറിലോട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ആ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാനാണ്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാതിരിക്കാനാണ് അരിച്ചെടുക്കണത്, എന്നാലേ പുഡിങ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ തരിയൊന്നുമില്ല, എന്നാലും അരിച്ച് തന്നെ എടുക്കണം. ഇനി നമുക്ക് കാരമൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാത്രം നിറച്ചും ഒഴിക്കരുത്, ഒരു 1/4 ഭാഗം വരുമ്പോൾ നിർത്തുക. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കറക്റ്റാണ്, നിറഞ്ഞു പോകരുത് പാത്രം. ഇനി ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് വെള്ളം ചൂടാവുമ്പോൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് അതിൽ വെച്ച് കൊടുക്കുക. മറ്റൊരു പാത്രം വെച്ച് മൂടി, ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയും വെച്ച് മൂടി 15 മിനിറ്റ് വെക്കണം ലോ ഫ്ലെയിമിൽ. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് ആവി വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് പുഡിങ്ങിൽ വീഴും. എന്നിട്ട് ഒന്നും കൂടി മൂടി വെക്കുക. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്താന്ന് നോക്കാം. കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക. ഇവിടെ വെന്തിട്ടുണ്ട്. വെള്ളമാണ് കിട്ടണമെങ്കിൽ വെന്തിട്ടില്ലെന്നാണ്. ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കുക. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. എന്നിട്ടൊരു കത്തി എടുത്ത് സൈഡ് ഒന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കണം. എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് ഒന്ന് കമത്തി കൊടുക്കുക.
ഇവിടെ നമ്മുടെ ആപ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.